ഒരു മനുഷ്യജന്മം പോലെയാണ് ഈ യാത്രയും. ജീവിതത്തിൻ്റെ 5 അവസ്ഥകളിലൂടെയുള്ള തീർത്ഥാടനം. ഇത് പറയാൻ മണ്ഡലകാലം പോലെ മറ്റൊരു കാലമില്ല. 5 ക്ഷേത്രങ്ങളിലൂടെ ശാസ്താവിൻ്റെ 5 ദശാസന്ധികളാണ് 5 ക്ഷേത്രങ്ങളായി മലനിരകൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നത്. ശാസ്താവിൻ്റെ ബാലാവസ്ഥയാണ് കുളത്തൂപ്പുഴ ക്ഷേത്രത്തിൽ. ആര്യങ്കാവിൽ കൗമാരവും അച്ചൻകോവിലിൽ യൗവനവുമാണ്. ശബരിമലയിലാണ് വാർദ്ധക്യം, വാനപ്രസ്ഥം കാന്തമലയിലും. എന്നാൽ കാന്തമല ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഊഹങ്ങളും നിഗമനങ്ങളും പൊന്നമ്പലമേടിനു താഴെ മൂഴിയാർ വനത്തിൽ എവിടെയോ ആണെന്നാണ്. എന്തായാലും കൊടുങ്കാടിനുള്ളിൽ എവിടെയോ ഒരു ശാസ്താക്ഷേത്രം ഒളിഞ്ഞുകിടപ്പുണ്ട്. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 5 ശാസ്താക്ഷേത്രങ്ങളാണ് ശബരിമല ഉൾപ്പെടെയുള്ളത്. സഹ്യപർവ്വത നിരകളിലാണ് ഈ 5 ക്ഷേത്രങ്ങളുടെയും സ്ഥാനം. ഒരേ നേർരേഖയിലാണ് ഈ ക്ഷേത്രങ്ങൾ എന്ന് വിശ്വസിക്കപ്പെടുന്നു. മാത്രമല്ല, ഒരു ക്ഷേത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ആകാശദൂരം തുല്യമാണെന്നും പറയപ്പെടുന്നു. കാടിനു നടുവിൽ ഏറെക്കുറെ നദികളാൽ ചുറ്റപ്പെട്ടാണ് ഈ ക്ഷേത്രങ്ങൾ കാണപ്പെടുന്നത്. പരശുരാമൻ പ്രതിഷ്ഠിച്ച 105 ധർമ്മശാസ്താ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രമുഖമായ 5 ക്ഷേത്രങ്ങളിൽ ഒന്ന് മാത്രമാണ് ശബരിമല. കുളത്തൂപ്പുഴ ശാസ്താക്ഷേത്രത്തിൽ ആരംഭിക്കേണ്ടതാണ് ഈ 5 ക്ഷേത്രങ്ങളിലേക്കുള്ള പുണ്യദർശനം. കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, അച്ചൻകോവിൽ, ശബരിമല. പിന്നെ നിബിഡവനത്തിന്റെ നിഗൂഢതയിലെവിടെയോ കാട്ടുവള്ളിപ്പടർപ്പിന്റെ ഇടയിൽ ശാന്തമായി ഉറങ്ങുന്ന അയ്യന്റെ വാനപ്രസ്ഥ ക്ഷേത്രവും കാന്തമലയും ഭക്തരുടെ കാൽപെരുമാറ്റത്തിനായി, ശരണ മന്ത്രധ്വനിക്കായി കാതോർക്കുന്നുണ്ടോ അറിയില്ല. ഏവർക്കും നന്മകളുണ്ടാവട്ടെ.